നമസ്കാരം, എല്ലാവർക്കും ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള പക്ഷി ഓർ ദിമക്ക് എന്നുള്ള പാഠഭാഗത്തെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അതിൻ്റെ ബാക്കി എടുക്കാം അല്ലെ. അടുത്ത പാരഗ്രാഫ് തുടങ്ങാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, ആ പാരഗ്രാഫ് ആദ്യം ഒന്ന് വായിച്ചു തരാം, അതിനുശേഷം അർത്ഥം പറഞ്ഞുതരാം കേട്ടോ. എന്താണ് പാരഗ്രാഫ് പറയുന്നത്? അബ് ലേക്കിൻ, പക്ഷേ ഐസ കിത്തനെ ദിൻ തക്ക് ചലത്ത, ഇങ്ങനെ കുറെ ദിവസങ്ങൾ എന്താണ് വരെ പോയി. ഉസ്കെ പങ്കോങ്കി സംഖ്യ, അവന്റെ ചിറകുകളുടെ സംഖ്യ എണ്ണം ലഗാത്താർ തുടർച്ചയായിട്ട് എന്താണ് ഗഡത്തി ചെല്ലുക കുറഞ്ഞുകൊണ്ടിരുന്നു. അബുവഹ് ഇപ്പൊ അവന് ഊഞ്ചായോംപർ ഉയരങ്ങളില് അപ്പന സന്തുലൻ സാദ് എന്ന ബാലൻസ് അല്ലെ. ഉയരങ്ങളിലുള്ള പറക്കുമ്പോൾ നമുക്ക് നല്ല ബാലൻസ് വേണം അല്ലെ. ആ സന്തുലൻ സാദ് ബാലൻസ് എന്ത് ചെയ്യാണ്? നെഹി സക്താത്ത, ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ചിറകുകളില്ലാതെ പറന്നു കഴിഞ്ഞാല് ആ ചിറകിന്റെ സഹായത്താലല്ല പറഞ്ഞിരുന്നത്. അപ്പൊ ചിറകില്ലെങ്കിൽ എന്ത് പറ്റും? പറക്കാന് കഴിയാത്തൊരവസ്ഥ വരും. ബൗത്ത് സമയത്തൊക്കെ ഒരുപാട് സമയം വരെയും പങ്കൂസെ സഹാര ദേ സക്തേ, അവനെ സഹായിച്ചിരുന്നില്ല. അന്നാന്ന് കൊടുത്താല് ഇല്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ എന്താണ്, കുറെ സമയം പറക്കാനും അതിന്റെ ചിറക് അവനെന്ത് ചെയ്തില്ല? ആശ്രയിച്ചിരുന്നില്ല. കാരണം ചിറകില്ലാതെ പറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്, ആ ചിറകിന്റെ സഹായം അവനുണ്ടായിരുന്നില്ല. ആകാശ് യാത്രക്ക് ദൗറാൻ, ആകാശയാത്രയിലുള്ള ദൗറാൻ ആ ചുറ്റല്. ഉസെ ജൽദി അവനെ വേഗം പഹാടിക്ക് ചടാനോ, പർവ്വതങ്ങളിലും പാറകളിലും, അതുപോലെ തന്നെ പേടോങ്കി ചോട്ട്യം മരത്തിന്റെ കൊമ്പുകളിലും, ഗുബ്സെ ഗോപുരങ്ങളിലും, ഓർ ബുർസെ അതായത് മിനാരങ്ങളിലും, പെർ ഹഫ്തേ ഹുയെ ബൈറ്റ് ജാന പടുത്ത, അവിടേക്ക് എന്താണ് അവൻ കിതച്ചു പോയിരിക്കുകയാണ്. കാരണം കുറച്ച് പറക്കുമ്പോഴേക്കും ചിറക് തൂവലുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ ക്ഷീണിക്കുകയാണ്. അങ്ങനെ അവൻ എന്താണ് വലിയ പാറയുടെ മുകളിലും കല്ലുകളിലും മരങ്ങളുടെ കൊമ്പുകളിലും അതുപോലെ തന്നെ വലിയ ഗോപുരങ്ങളിലും പള്ളിയുടെ മിനാരങ്ങളിലൊക്കെ പോയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ഇറങ്ങി ആ പറക്കൽ ഒഴിവാക്കി ഇറങ്ങി എന്താണ് ഇരിക്കേണ്ട ഒരു അവസ്ഥ പക്ഷിക്ക് വരികയാണ്. ഉസ്കെ പരിവാർ വാലെ, അവന്റെ കൂടെ ഉണ്ടായിരുന്ന തഥാ മിത്ര എല്ലാ കൂട്ടുകാരും, എല്ലായ്പ്പോഴും ഉണ്ടാവുന്ന കൂട്ടുകാരും, ഊഞ്ചായോംപർ ഉയരങ്ങളില്, തായർത്തെ ഹുയെ ആകെ ബഡ്ജാത്തെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ട് അവരെന്താണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വഹ് ബൗത്ത് പിച്ചട് ജാത്ത, പക്ഷെ അവനെന്താണ് വളരെ അധികം പുറകിലായി പോയി. ഫിർ ബി എന്നിരുന്നാലും ദീമക്ക് കാനേക്ക ചിതല് കഴിക്കാനുള്ള ഉസ്കാ ഷൗക്ക് അവന്റെ താല്പര്യം കം നെഹി ഹുവ കുറഞ്ഞില്ല. ദീമക്കോം കെ ലിയെ ഗാഡി വാലേക്കോ വഹ് അപ്പനെ പങ്ക് തോടുകർ ദേത്താ രഹ, എന്താണ് ദിമക്കിന് വേണ്ടിയിട്ട് വണ്ടിക്കാരന് ഗാഡി വാല ആ വണ്ടിക്കാരൻ എന്താണ് വഹ് അപ്പനെ അവന്റെ പങ്ക് ചിറകുകള് തോടുകർ പറിച്ച് ദേത്തേ രഹ നൽകിക്കൊണ്ടിരുന്നു. അടുത്ത പാരഗ്രാഫ് ഞാൻ വായിച്ചു തരാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫിർ ഉസ്നെ സോച്ചാക്കി ആസ്മാൻ മേ ഉഡ്നാ ഹി ഫിസുൽ ഹെ, വഹ് മൂർഖോം കാ काम है. उसकी हालत यह थी कि अब वह आसमान में उड़ ही नहीं सकता था. वह सिर्फ एक पेड़ से उड़कर दूसरे पेड़ तक पहुंच पाता. धीरे उसकी वह शक्ति भी कम होती गई और एक समय यह आया जब वह बड़ी मुश्किल से पेड़ की एक डाल से लगी हुई दूसरे डाल पर चलकर कूद कर पहुंचता, लेकिन दीमक खाने का शौक नहीं छोटा. फिर उसने सोचा, പിന്നീട് അവനെന്താണ് ചിന്തിക്കുകയാണ്. ആസ്മാൻ മേ ഉഡനാഹി ഫിസൂൽ ഹേ, ആകാശത്തിൽ പറക്കുക എന്നുള്ളത് ഇത്ര വലിയ കാര്യമൊന്നും അല്ല. കാരണം എന്താ അറിയോ, നമ്മൾ കേട്ടിട്ടില്ലേ എന്താണ് ഒരു കുറുക്കൻ മുന്തിരി കഴിക്കാൻ ആഗ്രഹിച്ചൊരു കഥ ഉണ്ടായിരുന്നില്ലേ?
എന്താണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരോ പറക്കുമ്പോൾ ഈ പക്ഷിക്ക് പറക്കാൻ കഴിയുന്നില്ല. അപ്പൊ ആ പക്ഷി അവസാനം പറയാണ് ആകാശത്തിലൂടെ പറക്കുന്നതൊന്നും ഇത്രക്ക് വലിയ കാര്യമൊന്നും അല്ല എന്ന് പക്ഷി വിചാരിക്കുകയാണ്. വഹ് മൂർഖോങ്ക കാമഹേ, അവൻ പറയാണ് അത് വിഡ്ഢികളുടെ, മൂർക്ക് എന്ന് പറഞ്ഞാൽ വിഡ്ഢിലെ, വിഡ്ഢികളുടെ ജോലിയാണ്. ഉസ്കി ഹാലത്ത്, അവന്റെ അവസ്ഥ യഹ്തി, ഇതായിരുന്നു. कि अब वह आसमान में उड़ ही नहीं सकता था, ഇപ്പൊ അവൻ ആകാശത്തിൽ പറക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. വഹ് സിറഫ് ഏക് പേടോം സെ ഉടുക്കർ, അവന് കേവലം ഒരു മരത്തിൽ നിന്നും ഉടുക്കർ ഉയർന്നിട്ട് ദൂസരെ പേട് തക്ക് പൗഞ്ച് പത്ത, മറ്റൊരു മരം വരെ പറക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം തൂവലുകളില്ലല്ലോ, അപ്പൊ അടുത്തടുത്ത മരങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ ഒരു മരത്തിൽ പറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് അവ തൊട്ടപ്പുറത്തുള്ള മരത്തിൽ എത്തുമ്പോഴേക്കും ക്ഷീണിച്ച് അവശനായിട്ട് ആ മരത്തിലിരിക്കും. അത്രേ പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം എന്താ? തൂവലുകളൊക്കെ ആ വണ്ടിക്കാരന് പറിച്ചു കൊടുത്തില്ലേ, അതുകൊണ്ടല്ലേ. ഓക്കെ, ബാക്കി നോക്കുക കേട്ടോ. ധീരെ ധീരെ, പതിയെ പതിയെ ഉസ്കി യഹ് ശക്തി ബി, അവന്റെ ആ ശക്തിയും കം ഹോ ഗയി, കുറയാൻ തുടങ്ങി. കം ഹോത്തി ഗയി അല്ലെ, കുറഞ്ഞു തുടങ്ങി. और एक समय वह आया, അങ്ങനെ ഒരു സമയം അവന് വന്നു. ജബ് വഹ്, എപ്പോഴാണ്? വഹ് വടി മുഷ്കിൽ സെ, അവനെന്താണ് വളരെ അധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ട് പേടിക്ക് ഏക്ക് ഡാൽസെ ലഗി, മരത്തിന്റെ ഒരു കൊമ്പിൽ നിന്നും ലഗി തുടങ്ങി ദൂസരി ഡാൽപ്പർ, മറ്റു കൊമ്പ് വരെ അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞെന്താ, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരം വരെ പറക്കാനുള്ള കപ്പാസിറ്റി ആയി എന്നാ പറഞ്ഞ്. അതിനുശേഷം ചിറക് കൊടുത്തോണ്ടിരിക്കല്ലേ. പിന്നെ അവന്റെ ഒരു അവസ്ഥ എന്തായി? ഈ മരങ്ങളുടെ രണ്ട് കൊമ്പുണ്ടായിരുന്നില്ലേ, ആ ഒരു കൊമ്പിന്ന് മറ്റൊരു കൊമ്പിലോട്ട് പറക്കാനുള്ള കപ്പാസിറ്റി വരെ ആയി. കാരണം എന്താണ്? ആ ചിറകുകളൊക്കെ തീർന്നതിന് പിന്നെ അതിൽ കൂടുതൽ പറക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരികയാണ്. മനസ്സിലായോ? ഓക്കെ. ചൽക്കർ, അവൻ ചാടിയിട്ട് ഫൂദ്ക്കർ പൗഞ്ചെത്ത, അതായത് എന്താണ്? ചാടിയിട്ട് എത്താൻ തുടങ്ങി. ഒരു മരത്തിന്റെ കൊമ്പെന്ന് മറ്റൊരു കൊമ്പിലോട്ട് ചാടിയിട്ട്, അല്ലാതെ പറക്കാനുള്ള കഴിവെല്ലാം പോയി. ചാടിയിട്ട് എത്താന്നാ പറയുന്നത്. ലേക്കിൻ ദിമക്ക് കാനയ്ക്ക് ഷൗക്ക് നെഹി ചൂട്ട, എങ്കിലും പക്ഷെ അവനെന്താണ്? ഈ ദിമക്ക് ചിതല് കഴിക്കാനുള്ള ആഗ്രഹം അപ്പോഴും ഉപേക്ഷിച്ചില്ല. ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത പാരഗ്രാഫോടെ ഒന്ന് വായിച്ചു തരാം, ശ്രദ്ധിക്കട്ടോ. बीच बीच में गाड़ी वाला बुत्ता दे जाता, वह कहीं नजर में न आता, पक्षी उसके इंतजार में गुलता रहता. എന്താണ് ഈ പാരഗ്രാഫ് പറയുന്നത്? ബീച്ച് മേ, ഇടയ്ക്കിടക്ക് ഗാഡി വാല ബുത്താതെ ജാത്ത, പക്ഷെ ഇടയ്ക്കിടക്ക് വണ്ടിക്കാരൻ എന്ത് ചെയ്യും? അവനെ പറ്റിക്കും. വഹ് കഹി നസർമേ ന ആത്ത, അയാളെ ഇടയ്ക്ക് എന്താണ്? കാണാല്ലാണ്ടേ ആവും. പക്ഷി ഉസ്കി ഇന്തസാർമേ ദുൽത്ത രഹ, പക്ഷി എന്താണ്? അവനുമായുള്ള പ്രതീക്ഷയില് ഗുൽത്തരഹ, കാത്തിരിക്കും. അതായത് പക്ഷി എന്താണ്? ഈ വണ്ടിക്കാരനെ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ വണ്ടിക്കാരൻ വരില്ല, പക്ഷേ കാത്തിരിപ്പ് മാത്രമായിട്ട് മാറും. അതാണ് ഇടയ്ക്ക് വണ്ടിക്കാരൻ പറ്റിക്കും എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത പാരഗ്രാഫ് കൂടെ ഒന്ന് നോക്കാം. लेकिन दीमकों का शौक जो उसे था, उसने सोचा मैं खुद दीमकें टूटूंगा, इसलिए वह पेड़ पर से उतरकर जमीन पर आ गया और घास के एक लहराते गुच्छे में सिमट कर बैठ गया. എന്ത് പാരഗ്രാഫ് പറയുന്നേ? ലേക്കിൻ ദിമക്കോങ്ക ഷൗക്ക് ജോ ഉസേത്ത, പക്ഷേ ദിമക്കിനോട് അവന് എത്രമാത്രമാണോ താല്പര്യമുണ്ടായിരുന്നത്, ഉസ്നെ സോച്ച, അവൻ ചിന്തിച്ചു, മേം ഹുദ് ദിമക്കെ ടൂട്ടുങ്ക, ആ വണ്ടിക്കാരനെ കാണാത്തൊരവസ്ഥ വന്നപ്പോൾ അവൻ ആലോചിക്കുകയാണ്, അവന് ദിമക്ക് കഴിക്കല്ലാതെ നിവൃത്തില്ലല്ലോ. അപ്പൊ അവൻ എന്താ ചെയ്യണേ? ഞാൻ സ്വയം ചിതലുകളെ
ടൂട്ടുങ്ക തെരയും അന്വേഷിക്കും എന്ന് അവൻ തീരുമാനിക്കുകയാണ്. ഇസ്ലിയെ വഹ് പേട് പെർസെ ഉത്തർ ജമീൻ पर आ गया. അതിനു വേണ്ടി ആയതുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്, പേട് സെ മരത്തുനിന്ന് എന്താണ് ഉത്തർക്കർ ഇറങ്ങിയിട്ട് ജമീൻ पर आ गया ഭൂമിയിലെത്തി അല്ലെങ്കിൽ നിലത്തെത്തി. और घास के एक लहराते ഒരു എന്താണ് ഗാസ് എന്ന് പറഞ്ഞ പുല്ലിന്റെ ലഹരാത്തെ ഗുച്ഛെ പച്ച പിടിച്ച ഇതില് സിമട്കർ പടുകയ പതിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആ പുല്ലുകൊടിയിൽ എന്ത് ചെയ്യാണ്, ഈ കോഴികളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ പതിഞ്ഞിരിക്കുകയാണ്. അടുത്ത പാരഗ്രാഫൂടെ നോക്കാം. फिर एक दिन उस पक्षी के जी में न मालूम क्या आया. वह खूब मेहनत से जमीन में से दीमकें चुन चुनकर खाने के बजाय उन्हें इकट्ठा करने लगा. अब उसके पास दीमकों के ढेर हो गए. എന്താ പറയുന്നേ, ഫിർ ഏക് ദിൻ ഒരു ദിവസം പക്ഷി കെ ജി മേം ന മാലൂം ക്യാ ആയ ഒരു ദിവസം എന്താണ് പക്ഷിക്ക് എന്താണ് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്താണ് വീണ്ടും ഒരു ദിവസം പക്ഷിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. വഹ് ഹുബ് മെഹനത്ത് സെ അവരെന്താണ് സ്വയം മെനക്കെട്ടുകൊണ്ട് ജമീൻ മേം സെ ഭൂമിയിൽ നിന്നും ദിമക്കേം ചിതലുകള് ചുൻ ചുനിക്കർ തെരഞ്ഞ് കാനേക്ക് ബജായ് കഴിക്കുന്നതിന് പകരം ഊനെ ഇക്കിട്ട കർണലേക്ക അതിനെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. അതായത് പക്ഷി എന്ത് ചെയ്യാണ്, ആ ചിതലുകളൊക്കെ ഭൂമിയിൽ തെരഞ്ഞ് കണ്ടുപിടിച്ച് കഴിക്കുന്നതിന് പകരം അതിനെല്ലാം ശേഖരിച്ചു വെക്കാൻ തുടങ്ങി. ഓക്കെ, अब उसके पास दीमकों का ढेर हो जाए. ഇപ്പൊ അവന്റെ അടുത്ത് എന്താണ്, ദിമക്കിന്റെ ഒരു വലിയ പുറ്റുകൾ എന്ന് പറയില്ല, അതാണ് വലിയൊരു പുറ്റ് തന്നെ ഉണ്ട്. അതായത് ധാരാളം എന്താണ് ചിതലുകള് അവന്റെ ശേഖരണത്തിൽ ഉണ്ട്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കാം. फिर एक दिन एकाएक वह गाड़ी वाला दिखाई दिया. पक्षी को बड़ी खुशी हुई. उसने पुकार कर कहा, गाड़ी वाला, ओ गाड़ी वाला, मैं कब से तुम्हारा इंतजार कर रहा था. എന്താ പറയുന്നത്, ഫിർ ഏക് ദിൻ ഒരു ദിവസം യക്കായക്ക് പെട്ടെന്ന് വ ഗാഡി വാല ദിക്കായി ദിയ ആ വണ്ടിക്കാരനെ കാണുകയാണ്. പക്ഷിക്കോ ബഡി ഖുഷി ഹുയി പക്ഷിക്ക് വളരെയധികം സന്തോഷമായി. ഉസ്നെ പുക്കാർക്കർ കഹ അവൻ വിളിച്ച് പറയാണ്, ഗാഡി വാല, ഓ ഗാഡി വാല വിളിക്കാണ്. മേം കബ് സെ കബ് തുമാര ഇന്തസാർ കർ രഹാത്ത അതായത് പക്ഷി വിളിച്ച് പറയാണ്, വണ്ടിക്കാരാ ഞാൻ എന്ന് മുതൽ നിങ്ങൾ കാത്തിരിക്കാൻ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയതാണ് എന്ന് പറയാണ്. അടുത്ത പാരഗ്രാഫോടെ ഒന്ന് വായിച്ചു തരാം. पहचानी आवाज सुनकर गाड़ी वाला रुक गया. तब पक्षी ने कहा, देखो मैंने कितनी सारी दीमकें जमा कर ली है. പഹ്ചാനി ആവാസ് സുനിക്കർ പരിചിതമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഗാഡി വാല രൂക്കുകയ വണ്ടിക്കാരൻ നിന്നു. തബ് പക്ഷിനെ കഹ അപ്പൊ പക്ഷി പറയാണ്, ദേക്കോ മേംനെ കിതനി സാരി ദിമക്കൻ ജമാ കർ ലീ ഹൈ ഞാൻ എന്താണ് എത്രമാത്രം ചിതലുകളെ ശേഖരിച്ചിട്ടുണ്ട് അല്ലെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് നോക്കൂ എന്ന് പറയാണ്. അടുത്ത പാരഗ്രാഫോട് നോക്കാം. गाड़ी वाले को पक्षी की बात समझ में नहीं आई. उसने सिर्फ इतना कहा, तो मैं क्या करूं? ये मेरी दीमकें ले लो और मेरे पंख मुझे वापस कर दो. पक्षी ने जवाब दिया. എന്താ പറയുന്നത്, ഗാഡി വാലേക്കോ പക്ഷിക്ക് ബാത്ത് സമജ് മേ നഹി ആയി ഗാഡി വാലേക്ക് പക്ഷി പറയുന്നത് മനസ്സിലായില്ല. ഉസ്നെ സിറഫ് ഇത്തന കഹ അവൻ ഇത്രമാത്രം പറഞ്ഞു, തോ മേ ക്യാ കരും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ. പക്ഷി വളരെയധികം സന്തോഷത്തിൽ പറഞ്ഞാണ്, ഞാൻ ഒരുപാട് ചിതല സൂക്ഷിച്ചിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കൂന്ന് പറഞ്ഞപ്പോൾ പക്ഷി ഉദ്ദേശിച്ചത് എന്താന്ന് വണ്ടിക്കാരന് മനസ്സിലായില്ല. വണ്ടിക്കാരൻ ചോദിക്കുകയാണ്, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കുകയാണ്. ഓക്കെ,
യേ മേരി ദിമക്കോ ലേലോ. അപ്പൊ പക്ഷി മറുപടി പറയാണ്, എൻ്റെ എന്താണ് ദിമക്കേ ലേലോ, എൻ്റെ ചിതലുകളൊക്കെ എടുത്തോളൂ. അവർ മേരെ പങ്ക് മുജെ വാപ്പസ് കർദോ. എൻ്റെ ചിറകുകളൊക്കെ എന്താണ് എനിക്ക് തിരിച്ചു നൽകൂ എന്ന് പക്ഷി പറയാണ്. പക്ഷിനെ ജവാബ് ദിയ, പക്ഷി മറുപടി പറയാണ്. മനസ്സിലായോ? ആ പക്ഷി എന്താ ചെയ്യണേ? കഴിക്കുന്നതിന് പകരം ഈ ചിതലിനെല്ലാം ശേഖരിച്ച് വെച്ച് വണ്ടിക്കാരനെ കാത്തിരിക്കുകയായിരുന്നു. വണ്ടിക്കാരനെ കണ്ടപ്പോൾ എന്തു പറ്റി? പക്ഷി വിളിച്ചു പറയണേ, എൻ്റെ കയ്യിൽ ധാരാളം ചിതലുകളുണ്ട്, ഇതിനൊക്കെ താങ്കൾ എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ചിറക് എനിക്ക് തിരിച്ചു തരൂ എന്ന് പക്ഷി പറയാണ്. ഓക്കെ, അടുത്ത പാരഗ്രാഫൂടെ ഞാനൊന്ന് വായിച്ചു തരാം. गाड़ी वाला ठाकर हंस पड़ा। उसने कहा, बेवकूफ़, मैं दीमक के बदले पंग लेता हूँ, पंग के बदले दीमक नहीं। गाड़ी वाले ने पंग शब्द पर बहुत जोर दिया था। गाड़ी वाला चला गया, पक्षी चटपटाकर रह गया। एक दिन एक काली बिल्ली आई और अपने मुंह में उसे दबाकर चली गई। तब उस पक्षी का खून टपक टपक कर ज़मीन पर बूंदों की लकीर बना रहा था। എന്താ പറയണേ? ഗാഡി വാല ഠാക്കർ ഹസ് പട. ഗാഡി വണ്ടിക്കാരൻ ഉച്ചത്തിൽ ചിരിക്കുകയാണ്. ഉസ്നെ കഹ, അവൻ പറയാണ്, ബേവക്കൂഫ്, വിഡ്ഢി, മേ ദിമക്കേ ബദലെ പങ്കിലെത്താവും. ഞാൻ എന്താണ് ദിമക്കേ ബദലെ, ചിതലിന് പകരമായിട്ട് പങ്കിലെത്താവും, ചിറക് മേടിക്കും. പങ്കിക്ക് ബദലെ ദിമക്ക് നഹി. എന്താണ് പങ്കിക്ക് ബദലെ, ചിറകിന് പകരമായിട്ട് ദിമക്ക് ഞാൻ മേടിക്കൂല എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പൊ എന്തായി? പക്ഷി വഞ്ചിതനായില്ലേ? കാരണം പക്ഷി വിചാരിച്ചത് എന്താ? ഈ ചിതലൊക്കെ കൊടുത്തു കഴിഞ്ഞാല് തൻ്റെ ചിറകൊക്കെ വണ്ടിക്കാരൻ തിരിച്ചു നൽകുന്നാണ് വിചാരിച്ചത്. പക്ഷെ വണ്ടിക്കാരൻ പറഞ്ഞ ഡയലോഗ് എന്താണ്? ഞാന് ചിതല് കൊടുത്തിട്ട് ചിറക് മേടിക്കും, പക്ഷേ ചിതല് എന്താണ് ചിതല് മേടിച്ചിട്ട് ചിറക് തിരിച്ചു കൊടുക്കാറില്ല എന്നാണ് പറയുന്നത്. അപ്പൊ വണ്ടിക്കാരൻ പറഞ്ഞ മറുപടിയാണിത്. എന്താ മറുപടി പറഞ്ഞേ? ഞാന് ചിറക് മേടിച്ചിട്ട് ചിതല് കൊടുക്കാറേ ഉള്ളൂ, അല്ലാതെ ചിതല് മേടിച്ചിട്ട് ചിറക് കൊടുക്കാറില്ല എന്ന് പറയാണ്. മനസ്സിലായോ? ഗാഡി വാലനെ പങ്ക്, ഗാഡി വാല പങ്ക്, ചിറക് എന്നുള്ള ആ ശബ്ദ വാചകം ബൗത്ത് ജോർസെ ദിയാത്ത, കുറച്ച് കടുപ്പത്തിലാ പറഞ്ഞ് ചിറക് എന്ന് പറയാണ്. കാരണം അത് കൊടുക്കൂല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഗാഡി വാല ചലാഗയ, അങ്ങനെ വണ്ടിക്കാരൻ പോയി. പക്ഷി ടപ് ടപ്പാക്കർ രഹുകയ, പക്ഷി ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഗാഡി വാല പക്ഷി ആകെ വിഷമത്തിലിരിക്കുകയാണ്. ഏക്ക് കാലി ബില്ലി ആയി. ഒരു ദിവസം ഒരു കാലി ബില്ലി, കറുത്ത പൂച്ച വന്നു. അവർ അപ്പനെ മുഹുമേ, തൻ്റെ വായയില് ഉസേ ദബാക്കർ ചലികൈ, അവനെ കടിച്ചുകൊണ്ട് പോയി. ആരെ? പക്ഷിയെ. കാരണം പക്ഷി ഭൂമിയിൽ ചിതൽ തെരഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഓക്കെ, ആ സമയത്താണ് ഒരു കറുത്ത പൂച്ച വന്നത്. പൂച്ച വരുമ്പോ പക്ഷിക്ക് പറക്കാനുള്ള കഴിയോ? കാരണം ചിറകില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യാണ്? ആ പൂച്ച ആ പക്ഷിയെ കടിച്ച് പിടിച്ച് പോവാണ്. ഓക്കെ, തബൂസ് പക്ഷിക്ക കൂൻ, അപ്പോഴെന്താണ് ആ പക്ഷിയുടെ ഖൂ എന്ന് പറഞ്ഞ ബ്ലഡ്, രക്തം എന്താണ് ടപ്പക്ക് ടപ്പക്ക് കർ, ഇറ്റിറ്റ് വീഴുക എന്ന് പറയല്ലേ, ഇറ്റിറ്റ് വീണിട്ട് ജമീൻ പർ ബൂതോങ്കി, ആ ഭൂമിയിൽ അല്ലെങ്കിൽ ആ നിലത്ത് ബൂതോങ്കി, തുള്ളികള് ലക്കീർ ബനര, തുള്ളികളുടെ നിര ഉണ്ടായിരുന്നു. നമ്മൾ ഈ കോഴിനെ കറുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ രക്തം ഇങ്ങനെ ഒറ്റി പോകുന്നത്? അതുപോലെ ഈ പക്ഷിയെ പൂച്ച കടിച്ച് പിടിച്ചപ്പോൾ ആ പക്ഷിയുടെ രക്തം ഇങ്ങനെ, എന്നിട്ട് പൂച്ച നടന്നു പോവല്ലേ, അപ്പൊ ആ നടന്നു പോയ വഴികളിലൊക്കെ ആ പക്ഷിയുടെ രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഥ
ഇതോട് കൂടിയിട്ട് അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പൊ എന്താ ഈ കഥയിൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മൂത്തവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും വേണം. കാരണം അവർ ഒരുപാട് അനുഭവത്തിന്റെ പുറത്താണ് നമ്മളോട് കാര്യങ്ങൾ പറയുക. നമ്മൾ ആരും എന്താണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരും അംഗീകരിക്കാത്തൊരു കാര്യം കൂടിയാണ് അത്, അല്ലേ? അപ്പൊ എന്താണ്? മൂത്തവർ ചൊല്ലും മുതിർന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അതോടെ നമ്മളുടെ ഒന്നാമത്തെ യൂണിറ്റിലെ 3 ചാപ്റ്ററും തീർന്നിരിക്കുകയാണ്. पक्षी अपने पंख देकर दीमक लेता है। यहाँ पक्षी का कौन सा मनोभाव प्रकट होता है? പക്ഷി സ്വന്തം ചിറക് കൊടുത്ത് ചിതലിനെ വാങ്ങിക്കുന്നു. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാവുന്നത്? नौजवान पक्षी को अपने भविष्य और अस्तित्व के संबंध में कोई चिंता नहीं है। बगैर मेहनत से आसानी से मिलने वाली भोजन से संतुष्ट होने का मनोभाव उसमें है. പക്ഷിക്ക് സ്വന്തം ഭാവിയെക്കുറിച്ചോ നിലനിൽപ്പിനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ല. ജോലി ചെയ്യാതെ എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് സംതൃപ്തനാകാനുള്ള മനോഭാവമാണ് ഇവിടെ പ്രകടമാവുന്നത്.